ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു കിടക്കാച്ചി പുടുക്കാച്ചി മടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്മി ത്രോട്ട്. അപ്പോൾ നമ്മളിന്ന് അടുപ്പം ഗെയിമായിട്ട് വന്നേക്കാണ്. ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഡോർസ് റോബ്ലോക്സിലുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ഞാനും TG വിങ്ങും കൂടെ കളിച്ച് നോക്കാൻ പോണ്. അവൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പാടില്ല. പ്രാവശ്യം കളിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പ്രാവശ്യം കളിച്ച് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിട്ട് പോകാം. എനിക്ക് ഒച്ച കേൾക്കില്ല. നീ സൗണ്ട് കേൾക്കാവോ? കേൾക്കാലോ. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിക്കാൻ പറയുമ്പോ ഏതെങ്കിലും എന്തെങ്കിലും പറയും സൗണ്ട് കഴിക്കും. ഏതായാലും പറയുമ്പോ സൗണ്ട് കഴിക്കും. ഓക്കെ, അങ്ങനെ സൗണ്ട് കേൾക്കുവാണെങ്കിൽ എന്നോട് പറയണം കേട്ടാ. എന്റെ ഫോളോ ചെയ്തു. നമ്മളിങ്ങനെ ഡോറുകൊണ്ട് തുറന്നോണ്ട് ചെയ്യുക. ഡോറ് സൗണ്ട് കളിക്കാൻ അറിയോ? പുറത്ത് മഴയൊക്കെ ഉണ്ടാവും. നമ്മളതൊന്നും നോക്കിയില്ല. ആ പേപ്പറൊന്നും എടുക്കാൻ പറ്റില്ല. ആ പേപ്പറൊന്നും എടുക്കാൻ പറ്റാത്ത സാധനം. ഡോറ് 100 എണ്ണം. ഞാനൊരു 95 എത്തിയുള്ളൂ. മാക്സിമം എത്തിയോളൂ 95 ഉള്ളൂ. അതുകൊണ്ട് കൂടി ഇല്ലാത്തതുകൊണ്ട് അതിന്റെ അയവ് വിളി വലിയായിരിക്കും. എനിക്ക് എത്ര ഒരു സെക്കൻഡ് എനിക്ക് ഒരു കാര്യം നമ്മൾ കേട്ടോ. വെള്ളിമോത്ത് വരുന്നു. പോരെ കേക്കാവോ? ഈ എല്ലായിടത്തും എല്ലാ ഡ്രോവറൊക്കെ ഡ്രോവറില്ലേ? എനിക്ക് ഡ്രോവർ തുറക്കാൻ പറ്റും. എല്ലാം തുറന്നിട്ട് താക്കോലുണ്ടോ നോക്കാം. താക്കോല് തപ്പടപ്പൊട്ടങ്ങാല തപ്പി കുറച്ചാൻ വേണ്ടി പോകുന്ന സാധനം കിട്ടും. എനിക്ക് സാധനം കിട്ടിങ്ങി വന്നേ. ഓ കുഞ്ഞി വിളിച്ചോണ്ടിരിക്കാവാ. നീ അങ്ങോട്ട് കടൂർ നോക്കും. അപ്പുറത്തെ നോക്കും. അല്ല, അവിടെ സാധനം കൂടെ നോക്കാൻ പോയതാ. ഇതുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടുക. പോരെ വീട്ടുമുറി നേരെ അങ്ങ് നടന്നു. അന്നേരത്തില്ല, കുഴപ്പമൊന്നുമില്ല. നേരെ അങ്ങ് നടന്നോടാ, കുഴപ്പമൊന്നുമില്ല. ഞാനല്ലേ പറഞ്ഞേ. നേരെ അങ്ങ് നടന്നോടാ, കുഴപ്പമൊന്നുമില്ല. ഞാനല്ലേ പറഞ്ഞേ. ഈ പോയി പൊട്ടങ്ങാരെ. എവിടെ നീ? എവിടെ? ബാ ഇരുട്ടൂറ് എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയാം. താക്കോല് കിട്ടി. ബട്ട് എനിക്ക് ഈ മുറി നെക്സ്റ്റ് മുറിയാണ്. എനിക്കൊരു സാധനം കിട്ടി കിടക്കും. കിട്ടി. എന്താ നിനക്ക് പ്രേതത്തിനെ കാണാൻ പറ്റില്ല. നീ ശബ്ദമായി കളിച്ചു അപ്പൊ മനസ്സിലാവും. എന്താണ്? എന്തോ പ്രേതം നിന്നെ പിടിക്കാൻ വന്ന പ്രേതം. നിന്നെ പ്രേതം പിടിക്കാൻ വേണ്ടില്ല. ഇതിനാണ് പ്രേതം പിടിക്കാൻ വേണ്ടത്. ഓടുക. നേരെ അങ്ങോട്ട് പോകണം. നേരെ ഒടിഞ്ഞു വേണം. ഇവിടെ ലൈറ്റ് ആണ് എടുത്തോട്ട് വാ. അത് തന്നെ വാ. ഇവിടെ ഒരു സൗണ്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കല്. ഇങ്ങനെ മാറി നിൽക്കും. അല്ലെങ്കിൽ പേരെ ജോലിക്കൊണ്ട് പോയി. അപ്പോഴേ അറിയിക്കോളൂ. എനിക്കൊരു സൗണ്ട് കേൾക്കുന്നു പറഞ്ഞു. സൗണ്ട് ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോയി. ആ സൗണ്ട് കേൾക്കണ്ടോ? കേട്ട് കഴിഞ്ഞോ? കേട്ടായിരുന്നോ?
കേട്ടായിരുന്നു തോന്നണം. കേട്ടില്ല. വാ പോരെ പോരെ കേൾക്കാറുണ്ട്. ബോ എന്താവും പോരെ. ഈ പ്രേതം എന്നെ മാത്രം പിടിക്കണ നിന്നെ പിടിക്കാത്ത എടാ പ്രേതം ഇല്ലടാ, അത് പ്രേതമല്ല. ഏത് പ്രേതത്തിലോ ഈ പറയണേ. ഒരു വട്ടം ആ പിന്നീടല്ലോ നിനക്കുണ്ടല്ലോ അതിന് ക്യാമറയെ ചുറ്റി നോക്കണം. അപ്പൊ ഒരു സാധനം നോക്കി ഇരിപ്പുണ്ടാവും. അതിനകത്ത് അതിന്റെ മുകളിൽ തിരിച്ച് ചോദിക്കണം. കേട്ടല്ലോ കേട്ടോ പറഞ്ഞത്. ആ ഈ ഡ്രോറിനടുത്ത് ഈ ഡ്രോറിന്റെ അടുത്ത് ഈ ഡ്രോറിന്റെ അടുത്ത് അതിന്റെ അടുത്ത് നോക്കാം. എന്നിട്ട് സൗണ്ടിലേക്ക് എന്നോട് പറഞ്ഞു. സൗണ്ടിലേക്ക് എന്നോട് പറഞ്ഞേ അതിന്റെ അതോട്ട് കയറ പൊട്ടക്കാല അതിന്റെ അതോട്ട് കയറിയില്ലേ. ആ അതെ നീ പറഞ്ഞിടിക്കാൻ. ഇത് പോയത് എന്നാന്നറിയോ? ഇപ്പൊ പോയതാണ് റഷ്. ആ സാധനം എന്റെ കൺമുന്നിൽ ഒഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നോണ്ടിക്കൊണ്ട് പോവാ സാധനം. അത് വന്ന എങ്ങനെ അറിയണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലൈറ്റ് ഒക്കെ ഇങ്ങനെ മിന്നും. മനസ്സിലായോ? എനിക്ക് സാധനം കിട്ടി. താക്കോലിട്ട് പോവാ. കടിയ കണ്ണ ഓടിയ വാള പട്ടിയാരാ. മനസ്സിലായോ? അപ്പൊ എന്നിട്ടിങ്ങനെ സൗണ്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ജോലി ആ ഡ്രോറിന്റെ അടുത്ത് അടുത്തേക്ക് പോകണം. ലൈറ്റ് ഇങ്ങനെ മിന്നിക്കേ ഡ്രോറിന്റെ അടുത്തേക്ക് പോകണം. അതുകൊണ്ട് കയറിയാ അപ്പോഴേ ഞങ്ങൾ കേറി അത് മതി. ആ സൗണ്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലെങ്കിൽ ഹൈഡെന്ന് പറഞ്ഞാലുണ്ട് നമ്മൾ കേരളത്തിൽ മുളത്തിൽ വീഴണത്. അത് തന്നെ ശ്വാസം മുട്ട ഒരാൾക്ക് ഹൈഡെന്ന് പറഞ്ഞാൽ വേറെ ജന്തുവാണ്, വേറെ പ്രേതാണ്. ഹൈഡെന്ന് അതിന്റെ പേര് വേറെ പ്രേതാണ്. ചവിട്ടിപ്പുറത്താക്കും. അത് തന്നെ തിരിച്ചു വരാൻ പറ്റൂല പുറത്തേക്ക്. അപ്പൊ വീട്ടിരിക്കും ചെയ്യുന്നകത്ത് മിക്കവാറും കേരളത്തിലില്ല. സാധനം എടുത്ത് അത് ചെയ്യും. താക്കോല് വാസിട്ട് കിട്ടുക. അടുത്ത ബൂട്ട് കയറി എല്ലാം പറയും ബൂട്ടിനാണല്ലോ. എന്തും താക്കോല് ഇവിടെ നെൽത്തടയിൽ കിടപ്പുണ്ടാവും. ചിലപ്പോൾ എവിടെയിലോ കിടപ്പുണ്ടാവും. എവിടെയെങ്കിലും താക്കോലോടെ തന്നെ വീണ്ടാത്താണ്. ആ ഡ്രോറുണ്ടല്ല കിട്ടി താക്കോല് കിട്ടി ആകുക. ഇത്രയും കൂട്ടിയെങ്കിലും പിന്നീടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞേക്കണ്ടോ? എന്താണ് ഒരു ജന്തുണ്ട്. ഇനി പറയാൻ പോണ സാധനം വൃത്തിയായിട്ട് കേട്ടോണം. ഈ ഡോറ് കണ്ടോ? ഈ ഡോറുകളൊക്കെ കണ്ടോ? എല്ലാ ഡോറുകളും അതിന് നമ്പർ ഇല്ല. ഇതിനപ്പോ ഡ്രോറിനടുത്തേക്ക് അടുത്തേക്ക് അതിലേക്കാണ് പറയണം. ഇടുക്കൻ ബാറും കറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാം. ഞാൻ തൊട്ടപ്പുറത്തേക്ക് കയറി. ഈ ഒരു കയറാൻ പറഞ്ഞാൽ ഒരാൾക്ക് ഉറപ്പിച്ചുണ്ടല്ലോ. പച്ച സാധനങ്ങൾ പോണെങ്കിൽ ഇതിപ്പോ കറുത്ത സാധനമല്ലേ പാസ് ചെയ്ത് പോയത്. പകരം പച്ച സാധനമാണ് പാസ് ചെയ്ത് പോണെങ്കിൽ അത് ഒന്നങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഓക്കെ തിരിഞ്ഞിടക്ക് ബാക്കിലോട്ട് വരും. താഴത്തോട്ട് നോക്കിയിട്ട് ബാക്കിലോട്ട് വരണം. അപ്പൊ താഴത്തോട്ടെ നോക്കാം അവളെ. പറഞ്ഞേക്ക് പച്ച സാധനമാണ് പോണെങ്കിൽ അത് ഒന്നങ്ങോട്ട് വേണ്ടി തിരിച്ചു പോകും. ഓക്കെ ആ സമയത്ത് ഇനി എന്ത് ചെയ്യണം അറിയോ? പുറത്തോട്ട് ഇറങ്ങിയിട്ട് അകത്തേക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ കയറണം. മനസ്സിലായോ? അവിടെ കൊണ്ടുവയ്ക്കണം. പുറത്തോട്ട് ഇറങ്ങിയിട്ട് അകത്തേക്ക് തിരിച്ച് അത്ര തന്നെ കയറണം. അതിനനുസരിച്ച് ആ സമയം പിന്നെയും തിരിച്ചു വരും. മനസ്സിലായോ? പറഞ്ഞേക്ക് ഇത് ചിലപ്പോ സ്പീക്കായിരിക്കും. ഓക്കെ സ്പീക്കായിരിക്കും. സ്പീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടമാണ്. ഓട്ടം. ഈ സാധനം എന്താണ് ഇടയ്ക്ക് ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ ഉണ്ടാവും. ഷെൽഫൊക്കെ മറ്റേ ചെയറിന്റെ മേളിലേക്ക് മറിഞ്ഞൊക്കെ വീഴും. കേട്ടോ? അപ്പൊ സ്പേസ് ഉള്ള ഷെൽഫിന്റെ അവിടെ ചെറിയ ലൈറ്റ് പോലെ ഉണ്ടാവും. കുറച്ചുകൂടെ ലൈറ്റ് പോലെ ഉണ്ടാവും.
അവിടെ ഇങ്ങനെ കുനിഞ്ഞിട്ട് കണ്ട കുഞ്ഞുള്ള ബട്ടണില്ലേ സൈഡില് കുനിഞ്ഞിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ കയറി പോയിട്ട് അപ്പൊ തന്നെ നേരെയായിട്ട് തിരിച്ചു ഓടിക്കണം. നല്ല സ്പീഡിലായിരിക്കും ഓടുന്നത്. പക്ഷെ നിന്ന പണിയാ. എന്നാ പണി അപ്പൊ ഇങ്ങനെ കുറച്ച് പേര് കഴിയുമ്പോൾ ജംഗ്ഷൻ വരും. ലൈക്ക് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഓപ്ഷൻ വരും. ആ അപ്പൊ നീ ആദ്യം നിൽക്കരുത്, ഓടിക്കൊണ്ട് തന്നെ ആദ്യം റൈറ്റിലേക്ക് നോക്കുക, ഇങ്ങനെ ലെഫ്റ്റിലേക്ക് നോക്കുക ഇങ്ങനെ. ആ ഏഹ് സ്കൂളിലൊക്കെ ഇങ്ങനെ മാറി മാറി ഓടി പൊക്കണം കേട്ടല്ലോ. അപ്പൊ നീയോ നിന്റെ പറഞ്ഞു തന്നാ പോരെ? ഇല്ല എന്റെ പുറകെ വരില്ല. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാൻ പറ്റില്ല. പറ്റില്ല എന്താ? നമ്മൾ പിന്നെ കഴിക്കണം. അപ്പൊ ഇനി സത്യം എടാ മറ്റേ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പച്ച സാധനമാണെങ്കിൽ പോയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറണം. പുറത്തിറങ്ങി പോയിട്ട് വരണം. പുറത്തിറങ്ങി പോകുമ്പോൾ വേണ്ടാ പക്ഷെ കാണിക്കാൻ പറ്റി പറഞ്ഞ കൊള്ളായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ഉണ്ടാവും, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടും വഴി ഉണ്ടാവും. നീ ഇങ്ങനെ ഓടിയിട്ട് അങ്ങ് കയറുമ്പോഴത്തേക്ക് നീ ഇങ്ങോട്ട് നോക്കിയിട്ട് അവിടെ ഡോർ അതുകൊണ്ട് തിരിഞ്ഞ് ഇങ്ങനെ ഓടിപ്പോണം. അതായത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നിൽക്കുക. ഡോർ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറിപ്പോണം. ഡോർ കണ്ടില്ല ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നേരെ നോക്കി ഡോർ കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഒബ്സ്റ്റിക്കിൾ കോഴ്സ് ആണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പാട്. മറ്റേ ഏറ്റവും ലാസ്റ്റ് ഭാഗം ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, എനിക്ക് ഇതിനെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കൊരു കക്ഷി കാണും, ഒരു സാധനം എണീച്ച് വരും, അപ്പൊ തന്നെ നോക്കുന്ന റെഡി. ഇത് ഒബ്സ്റ്റിക്കിൾ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കഴിച്ചോണം. ഒബ്സ്റ്റിക്കിൾ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കഴിച്ചോണം. ഓക്കെ, വാ മറ്റേ ജംഗ്ഷൻ കണ്ടു തുടങ്ങുമ്പോഴത്തേക്ക് ഈ സാധനം കഴിച്ചോണം കേട്ടോ. സാരില്ല എനിക്ക് മനസ്സിലാക്കുള്ളൂ. ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. ശരിയല്ലോ, ആരും എനിക്ക് ഒരു പടല ഒരു പാട്ട് ആദ്യം എന്താണ് റൈറ്റ് 2 കിലോ 100, ബീൻസ് 2 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീട്രൂട്ട് 3 കിലോ 100. ആണ് ചത്ത്. ഞാൻ കണ്ടു ചത്തത്. ചത്തല്ലേ ഇത് മനസ്സിലായി. സിവിൽ കോഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇങ്ങനെ എന്റെ ഓട്ടം എനിക്ക് കാണാം അവിടെ. ഞാനിപ്പോ സ്ഥലത്തേക്ക് പോയിക്കോ. ഞാൻ ഇങ്ങനെ ഓട്ടോയിന്റെ പാസ് ഇപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവന്റെ എന്റെ പിറകില്ല. കണ്ട നമ്മൾ ഇപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് പറ്റും. എനിക്ക് റിയൽ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് റോബോക്സ് ഇല്ല. റോബോക്സ് ഇല്ല. എന്റെ ഒറിജിനൽ അക്കൗണ്ട് ആയിരുന്നു റിയൽ ചെയ്യായിരുന്നു. എന്നാ ഇനി അടുത്തത് നീ കാണും. അടുത്തത് ഇനിയുള്ള ഗെയിമിൽ നീ കാണട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. സൗണ്ട് കേൾക്കുന്നുണ്ടെ പറഞ്ഞേ. പക്ഷേ പറഞ്ഞില്ല. അയ്യോ എന്തുവാ പറഞ്ഞു. നീ തോന്നി അങ്ങനെ പറയാണ്ടിരുന്നത് സത്യം. ഞാൻ ഡോർ ഫിഫ്റ്റിൽ അടിച്ചു തരായിരുന്നു പണ്ടുകാലം. ആ പ്ലേ അത് തന്നെ. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും അതും കൂടെയും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് പാർട്ട് 1 എന്തായാലും ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ടൈമിന് കുറേ നേരം സമയം, ഇപ്പം തന്നെ 10 മിനിറ്റ് മുകളിലായി തോന്നുന്നു. അപ്പോൾ പാർട്ട് 2 എന്തായാലും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കും. കാരണം ഇതിപ്പോൾ കളിച്ച് തീർക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് ടഫായിട്ടുള്ള ഗെയിമാണ് ഡോർസ്. നമുക്ക് അപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും എൻ്റെ വീഡിയോ കാണണ്ട ഗൈസ്. അപ്പോൾ ലൈക്ക് അടിച്ച് പൊളിച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.